الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وهو الذي ينزل الغيث من بعد ما قنطوا وينشر رحمته وهو الولي الحميد ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുന്നു. നമ്മളെല്ലാം അല്ലാഹുവിൻ്റെ സൃഷ്ടികളാണെന്നിരിക്കെ എല്ലാവരും തിരിച്ചു പോകേണ്ടത് അല്ലാഹുവിൻ്റെ മുന്നിലേക്കാണ് എന്നത് ഉറപ്പായിരിക്കെ അവനെ മറന്നുകൊണ്ട് അല്ലാഹുവിനെ പറ്റിയുള്ള ഓർമ്മ വിട്ട് അശ്രദ്ധമായി ജീവിക്കുന്നത് ഏതായിരുന്നാലും ബുദ്ധിയല്ല, വിശ്വാസികൾക്ക് ചേർന്നതുമല്ല. അല്ലാഹുവിനെ കൂടുതൽ ഓർക്കേണ്ട ദിവസങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ദുൽഹജ്ജ് 1 മുതൽ 10 കൂടിയ ദിവസങ്ങൾ എന്തുകൊണ്ടും പുണ്യ ദിവസങ്ങളാണ്. റമളാൻ എന്ന 30 ദിവസത്തെ പുണ്യം കഴിഞ്ഞ് ഒരു ഈദ് പെരുന്നാൾ ആഘോഷിക്കുന്ന പോലെ അല്ലാഹു തആല ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 രാത്രികൾ കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കൊരു പെരുന്നാൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസമാണ് പെരുന്നാൾ. നല്ലൊരു ഉത്തരവാദിത്വം നിർവഹിച്ചതിൻ്റെ ശേഷമാണ് ആഹ്ലാദിക്കാനുള്ള അവസരം അല്ലാഹു ഒരുക്കിയിട്ടുള്ളത്. റമളാൻ എന്ന ഉത്തരവാദിത്വം നിർവഹിക്കാതെ പെരുന്നാൾ ആഘോഷിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അയാൾക്കതിന് അർഹതയില്ല എന്നതുകൊണ്ട് തന്നെ ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസത്തെ പുണ്യങ്ങൾ നാം ഉൾക്കൊള്ളുകയും കഴിയും വിധം ആ പുണ്യ ദിവസങ്ങളെ കാണാതെ അമലുകൾ ചെയ്യാതെ
ആ പുണ്യ ദിവസത്തിന്റെ സമാപ്തി കുറിച്ചുകൊണ്ടുള്ള പെരുന്നാളിന് നമുക്ക് അർഹതയില്ല. അതുകൊണ്ട് പെരുന്നാളിന്റെ കോപ്പും കോളും കൂട്ടുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ഈ 10 ദിവസത്തെ പുണ്യ ദിവസങ്ങളെ പറ്റിയാണ്. വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന് അല്ലാഹു സൂചിപ്പിച്ച 10 രാത്രികൾ. ഹാജിമാർ നമ്മുടെ കൂട്ടത്തിൽ നിന്നും ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്നും ഹജ്ജിന് പുറപ്പെട്ട് അവിടെ എത്തിക്കഴിഞ്ഞ ഹാജിമാർ ദിക്റുകളിലും തസ്ബീഹുകളിലും പ്രാർത്ഥനകളിലും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വീടും നാടുമെല്ലാം മറന്നു വിട്ട് അവർ അള്ളാഹുവിൽ മാത്രം വിലയം പ്രാപിച്ചുകൊണ്ട് അവനെ മാത്രം ഓർത്തുകൊണ്ടുള്ള നാളുകളാണ്. ആ നാളുകളോടൊപ്പം നാട്ടിലുള്ള നമ്മളും പുണ്യനാളുകളെ ആഘോഷിക്കണം. മനുഷ്യന് അള്ളാഹുവിനെ ഓർക്കാതിരിക്കാൻ സമയമില്ല. ഓരോ ശ്വാസവും വലിച്ചു കയറ്റുമ്പോഴും അത് പുറത്തേക്ക് ഇറക്കുമ്പോഴും അള്ളാഹുവിന്റെ അപാരമായ നിഅമത്ത് കൊണ്ടും അവന്റെ അനുമതി കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ശ്വസിക്കുന്നത് എന്ന ബോധം ഉള്ള ഒരാളും അള്ളാഹുവിനെ മറന്ന് ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല. നമ്മളങ്ങനെ ജീവിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, മാ ജലസ ഖൗമുൻ മജ്ലിസൻ ഫലം യദ്കുറു ഇസ്മല്ലാഹി ഫീഹി ഇല്ലാ കാന ഫീഹി തിറ. ഒരു സ്ഥലത്ത് ഒരാൾ ഇരുന്നു, എന്നിട്ട് ആ ഇരുന്ന് ആ സദസ്സിൽ ആ ഇരുത്തത്തിൽ എവിടെയാവട്ടെ, ആൾക്കൂട്ടത്തിലാവട്ടെ, സുഹൃത്തുക്കളോടൊപ്പമാവട്ടെ, കുടുംബത്തിനോടൊപ്പമാവട്ടെ, ഇരുന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അള്ളാഹുവിനെ ഓർത്തിട്ടില്ലെങ്കിൽ ആ ഒരു മജ്ലിസിന്, ആ ഒരു ഇരുത്തത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് കുറവുണ്ടായിരിക്കും. തിറത്ത് നഖ്സ് എന്ന ഒരു കുറവുണ്ടായിരിക്കും ആ ഇരുത്തത്തിൽ എന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിലിരുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. നമ്മളൊരു മീറ്റിങ്ങിൽ കൂടി അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി കൂടിയിരുന്നു ഒരു വർത്തമാനം പറഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക, അല്ലാഹുവേ നീ പരിശുദ്ധനാണ്, നിനക്കാണ് സർവസ്തുതിയും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായിട്ട് ആരുമില്ലെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. അസ്തഗ്ഫിറുക, വല്ല തെറ്റുകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്നോട് ഞാൻ പാപമോചനം തേടുന്നു. വഅതൂബു ഇലൈക്, നിന്നോട് ഞാൻ ഖേദിച്ച് മടങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്ന് ചൊല്ലിക്കൊണ്ടാണ് ഒരു സദസ്സിൽ നിന്ന് എഴുന്നേൽക്കേണ്ടത് എന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അതാണ് ഒരു സദസ്സിൽ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ അള്ളാഹുവിനെ ഓർത്തിട്ടില്ലെങ്കിൽ ആ സമയത്തിന് ഒരു കുറവുണ്ട്. മാമിൻ റജുലിൻ യംശി തരീഖൻ സുമലം യദ്കുർ ഇസ്മല്ലാഹി ഫീഹി ഇല്ലാ കാന ഫീഹി തിറ. ഒരാൾ ഒരു വഴിയിൽ കൂടി നടക്കുന്നു, അവന്റെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ട് ആ നടത്തത്തിൽ, ആ ഇറങ്ങിത്തിരിക്കുന്ന സന്ദർഭത്തിൽ വലം ഫലം യദ്കുർ ഇസ്മല്ലാഹി അലൈഹി, അള്ളാഹുവിന്റെ നാമം ഓർത്തുകൊണ്ടല്ല അവൻ ജീവിതമാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചതെങ്കിൽ, അവൻ തൊഴിലിൽ ഏർപ്പെട്ടതെങ്കിൽ, അവൻ ഏതെങ്കിലും വഴിയിൽ കൂടി നടന്നു പോകുന്നതെങ്കിൽ, തിരിച്ചു വരുന്നതെങ്കിൽ, ആ യാത്രയിൽ, ജീവിതമാർഗത്തിലേക്കുള്ള യാത്രയിൽ അവനതിൽ ന്യൂനതയുണ്ടായിട്ടല്ലാതെ വരികയില്ല, സംഭവിക്കുകയില്ല. ന്യൂനതയാണ് അള്ളാഹുവിനെ ഓർക്കാതെ നാം ജീവിതാവശ്യങ്ങളിൽ ഇറങ്ങിത്തിരിക്കുന്നത് എന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഒരു വീട്ടിലേക്ക്, ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നാം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിന്റെ നാമം ചൊല്ലിയിട്ടാണല്ലോ നാം ഇറങ്ങിത്തിരിക്കേണ്ടത്. അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ടാണല്ലോ നാം ഇറങ്ങിത്തിരിക്കേണ്ടത്. എന്ത് കാര്യം സാധിച്ചു കിട്ടണമെങ്കിൽ അള്ളാഹുവേ നീ വേണം എന്ന് ഓർത്തുകൊണ്ടാണ് ഒരു കാര്യത്തിലേക്ക്, ഒരു വിഷയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടത്. അല്ലെങ്കിൽ അതിൽ അപൂർണതയുണ്ടാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്.
മാമിൻ റജുലിൻ ആവാ ഇലാ ഫിറാശിൻ. ഇനി ജീവിതാവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടക്കപ്പായയിലേക്ക് ഒരാൾ അഭയം പ്രാപിക്കുകയാണെങ്കിൽ, കിടക്കാൻ വേണ്ടി ചെല്ലുകയാണെങ്കിൽ, ഫലം യദ്കുർ ഇസ്മല്ലാഹി അലൈഹി ഇല്ലാ കാന ഫീ തിറ. ഉറങ്ങാൻ കിടക്കുമ്പോഴും അവൻ അല്ലാഹുവിനെ ഓർത്തുകൊണ്ടല്ല ഉറങ്ങാൻ കിടക്കുന്നതെങ്കിൽ ഇല്ലാ കാന ഫീ തിറ, അവിടെയും അവന് കുറവുണ്ട്, ഒരു വൈകല്യമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതാണ് എല്ലാ കാര്യത്തിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം. മഴ പെയ്യുകയാണ്, വെള്ളം കിട്ടാതെ ചൂട് കൊണ്ട് പൊരിഞ്ഞിരുന്ന നമ്മൾ മഴ പെയ്യുമ്പോൾ അള്ളാഹുവിനെ ഓർത്തോ. മഴ കൂടിപ്പോയി, നമ്മുടെ ഗതാഗതം മുട്ടിപ്പോയി, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നൊക്കെ നമ്മൾ പറയുന്നു. മഴ കൊണ്ട് ഇറങ്ങാനും അതുപോലെ ഒരു കാര്യത്തിലേക്ക് ജോലി ചെയ്യാനും കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കണം, അവനാണ് മഴ നിങ്ങൾക്ക് ഇറക്കി തരുന്നത്. ജനങ്ങൾ നിരാശരായതിന്റെ ശേഷം, വറ്റി വരണ്ട് വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിയതിന്റെ ശേഷം മഴ തരുന്നവൻ അവനാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് എല്ലായിടത്തും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നവൻ അവനാണ്. ആ മഴ മൂലം മണ്ണ് നനഞ്ഞ് ചെടികൾക്ക് സമൃദ്ധി കിട്ടി, മനുഷ്യന്മാർക്ക് വെള്ളം കിട്ടി, ജീവജാലങ്ങൾക്ക് പുതുജീവൻ കിട്ടി. എല്ലാം ഉയർത്തെഴുന്നേറ്റ് പുനർജന്മം പോലെ ഭൂമിയിൽ നനവും ഈർപ്പവും അതുപോലെ കൃഷികളും വളർന്നു വരുന്ന ഈ ഒരു മഴ, അത് അല്ലാഹുവിന്റെ റഹ്മത്താണ്. പക്ഷെ നമ്മൾ ഓർക്കാറുണ്ടോ? മഴ കൊണ്ടുണ്ടായ കെടുതികൾ നമ്മൾ പറയുന്നു. നമ്മളുണ്ടാക്കിയെടുത്തതല്ലേ കെടുതി? നമ്മളുണ്ടാക്കിയെടുത്ത കെടുതിയാണ്, മഴയുടെ കെടുതിയല്ല. അള്ളാഹു മഴ റഹ്മത്തായിട്ടാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. മഴ റഹ്മത്താണ്. പക്ഷെ അത് മരം വീണ് ദുരന്തമുണ്ടാകുന്നത്, റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് ദുരന്തമുണ്ടാകുന്നത്, വെള്ളപ്പൊക്കം കൊണ്ട് ദുരന്തമുണ്ടാകുന്നത് അള്ളാഹു മഴ പെയ്യിച്ചത് കൊണ്ടല്ല. നമ്മുടെ ശ്രദ്ധക്കുറവും നമ്മുടെ ആർത്തിയും പണക്കൊതിയും നമ്മുടെ വഞ്ചനയും ചതിയും നമ്മുടെ അശ്രദ്ധയുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവിടെയൊക്കെ അള്ളാഹുവിനെയാണ് നമ്മൾ ഓർക്കേണ്ടത്, അള്ളാഹുവിന്റെ റഹ്മത്തിനെയാണ് നമ്മൾ ഓർക്കേണ്ടത്. ഓരോ കാര്യം ചെയ്യുമ്പോഴും അൽഹംദുലില്ലാ, ഒരു നന്മ കിട്ടിയാൽ അൽഹംദുലില്ലാ എന്ന് ചൊല്ലണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു ചെറിയ ഒരു മുറുക്ക് വെള്ളമാണ് കിട്ടിയതെങ്കിൽ പോലും അത് കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, ആ വെള്ളം കിട്ടിയല്ലോ, എന്റെ ദാഹം തീരുമല്ലോ, അല്ലെങ്കിൽ ഒരല്പമെങ്കിലും ദാഹം തീരുമല്ലോ, എന്റെ തൊണ്ടക്കുഴിയിൽ കൂടി ആ വെള്ളം താഴോട്ട് ഇറങ്ങിപ്പോയല്ലോ, ട്യൂബിട്ട് ഇറക്കേണ്ടി വന്നില്ലല്ലോ, അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിക്കണമെന്നാണ് ഓരോ കാര്യത്തിലും. നമ്മൾ നോക്കുക, ഒരു വിശ്വാസിയുടെ ജീവിതം എന്തൊരു കാര്യം പറയുകയാണെങ്കിലും വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫായിലുൻ ദാലിക ഗദൻ ഇല്ലാ ഇൻഷാ അല്ലാഹ്. ശരി, ഞാൻ രാവിലെ വരകട്ടോ, ഞാൻ അങ്ങോട്ട് വരാം രാവിലെ, അല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം പോകാം, നമുക്കത് ചെയ്യാം എന്ന് പറയുമ്പോൾ ഇല്ലാ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് പറയാതെ വരാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റി പറയരുത്. അവിടെ അള്ളാഹുവിനെ ഓർക്കാൻ പറയാം നമ്മളോട്. ഒരു ചെറിയ നിഅമത്ത് കിട്ടിയാൽ അൽഹംദുലില്ലാ, ഒരാവശ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ ഉദ്ദേശിച്ചാൽ ഇൻഷാ അല്ലാഹ് പറയാതെ നമ്മൾ ഇറങ്ങിത്തിരിക്കരുത് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചത് എന്താണ്? ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ നിലനിൽക്കണം എന്നതുകൊണ്ടാണ്. ബിസ്മില്ലാ, ബിസ്മി ചൊല്ലാതെ കുല്ലു അംറിൻ ദി ബാലിൻ ലം യബ്ദഅ ബിസ്മില്ലാ ഫഹുവ അബ്തർ. എന്തൊരു കാര്യവും ഒരു വിശ്വാസി തുടങ്ങുകയാണെങ്കിൽ ബിസ്മില്ല കൊണ്ട് ആരംഭിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ വാല് മുറിഞ്ഞതുപോലെ ഇരിക്കുമെന്നാണ്, വാലറ്റതാണെന്നാണ്. ഇത് പറഞ്ഞാൽ ഗുണം പിടിക്കൂല എന്നർത്ഥം, ഗുണം പിടിക്കാത്തതായിരിക്കും ബിസ്മി കൊണ്ട് ആരംഭിക്കാത്ത എന്ത് കാര്യം. അത് ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കലും മാത്രമല്ല, ഏതൊരു പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണെങ്കിലും ബിസ്മി കൊണ്ട് ആരംഭിക്കണം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കണം. അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു നിമിഷം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വിഷമകരമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, എല്ലാം അല്ലാഹനെ കൊണ്ടുള്ള കഴിവാണ്, അള്ളാഹ്ക്കേ കഴിയുള്ളൂ, ഞാൻ ദുർബലനാണ് എന്ന് പറയാറുണ്ടായിരുന്നു. ഓരോ സമയത്തിലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമസ്കാരത്തിലേക്ക് വിജയത്തിലേക്ക് വരുക എന്ന് വിളിച്ചു പറയുമ്പോൾ
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയാൻ നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ലേ? എന്താണ്? പടച്ചവന്റെ കയ്യിലാണ് എല്ലാ കഴിവുമുള്ളത്. അതുപോലെ തന്നെ ഓരോ സന്ദർഭങ്ങളിലും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ നമ്മൾ ചെല്ലാൻ ബാധ്യസ്ഥരാണ്. പ്രത്യേകിച്ചും അല്ലാഹു അക്ബറിന്റെ സമയമാണിപ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ബലിപെരുന്നാൾ മാസത്തിൽ ദുൽഹജ്ജ് 1 മുതൽ 13, 10 കൂടിയ ദിവസങ്ങളിൽ തക്ബീർ ചെല്ലാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. 2 തരത്തിലുള്ള തക്ബീർ. ഒന്നാമത്തേത് തക്ബീറുൽ മുത്ലഖ് എന്ന് നിരുപാധികമായ തക്ബീർ, എപ്പോഴും തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കണം. അതിന് പ്രത്യേക സമയങ്ങളൊന്നുമില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് എല്ലാ നിമിഷത്തിലും കഴിയും വിധം തക്ബീർ കൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കാനാണ് റസൂലുള്ളാഹി പഠിപ്പിച്ച ഒന്നാമത്തെ തക്ബീർ മുത്ലഖ്, നിരുപാധികമായ തക്ബീർ. അതിന് സമയമില്ല, നാളില്ല, എല്ലാ സമയത്തും അത് ചൊല്ലിക്കൊണ്ടിരിക്കണം. തക്ബീർ മുത്ലഖ്. സഹാബിമാരുടെ കാലത്ത് അങ്ങാടികളിൽ നിന്ന് തക്ബീർ മുഴങ്ങുമായിരുന്നു എന്ന് അവിടുത്തെ ചരിത്രത്തിൽ നിന്ന് രേഖപ്പെട്ട് കാണാം. ദുൽഹജ്ജ് 1 കഴിഞ്ഞാൽ അങ്ങാടികളിൽ തക്ബീറിന്റെ ഒച്ച കേൾക്കുമായിരുന്നു. പല ആളുകളും ഉച്ചത്തിൽ തക്ബീർ ചൊല്ലുന്നത് കേൾക്കാറുണ്ടായിരുന്നു. നമ്മളതൊക്കെ മറന്നുപോയി. അതൊക്കെ ഒരു ഖുറാഫാത്തായി കാണരുത്, അന്ധവിശ്വാസമായി കാണരുത്. തക്ബീർ മുത്ലഖ്, എപ്പോഴും തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുന്നിന്റെ മുകളിൽ യാത്ര പോകുമ്പോ, കുന്നിന്റെ മുകളിൽ കയറുമ്പോ അല്ലാഹു അക്ബർ എന്ന് ചെല്ലാറുണ്ടായിരുന്നു. എന്താണ്? നമുക്ക് എപ്പോഴും അല്ലാഹുവിനെ ദിക്റുള്ള, അല്ലാഹുവിനെ പറ്റിയുള്ള ഓർമ്മ. ആ ഓർമ്മ ചില സന്ദർഭങ്ങളിൽ കൂടുതൽ ഓർമ്മിക്കണം. അതാണ് ദുൽഹജ്ജ് 10 ദിവസങ്ങൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തൊരു തക്ബീർ മുഖയ്യദ്, സമയബന്ധിതമായ തക്ബീർ. അത് അറഫാ ദിവസം സുബഹി സമയം മുതൽ, സുബഹി നമസ്കാരത്തിന്റെ ശേഷം മുതൽ തക്ബീർ ചൊല്ലാൻ വേണ്ടി നബി പ്രധാനമായും കൽപ്പിച്ചിട്ടുണ്ട്. അറഫാ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച ആരംഭിക്കുന്നു. അറഫാ ദിവസം വെള്ളിയാഴ്ച സുബഹി മുതൽ ഓരോ നമസ്കാരത്തിന്റെയും ശേഷം തക്ബീർ ചൊല്ലണം. ജമാഅത്ത് നമസ്കാരത്തിന്റെ ശേഷമാവട്ടെ, ഒറ്റക്ക് നമസ്കരിക്കുന്നവരാവട്ടെ, ഓരോ നമസ്കാരങ്ങളുടെയും ശേഷം അയ്യാമുത്ത് ശരീഫിന്റെ ദുൽഹജ്ജ് 11, 12, 13 അസർ നമസ്കാരം കഴിയുന്നത് വരെ തക്ബീർ ചൊല്ലിയിരിക്കണം. മഗ്രിബായ പിന്നെ ദുൽഹജ്ജ് 14 അയ്യാമുത്ത് ശരീഫ് 13 വരെയാണ്. അപ്പൊ അസർ നമസ്കാരം വരെ, അസർ വെള്ളിയാഴ്ച സുബഹി മുതൽ, അല്ലെങ്കിൽ അറഫാ ദിവസം എന്നാണോ അന്ന് സുബഹി മുതൽ അയ്യാമുത്ത് ശരീഫിന്റെ അസർ നമസ്കാരത്തിന്റെ ശേഷം വരെ നമസ്കാര ശേഷം കൂട്ടായിട്ടോ ഒറ്റക്കോ തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കണം. ഒരാള് ചൊല്ലിക്കൊടുക്കുക, മറ്റേയാള് ഏറ്റു ചൊല്ലുക എന്നതല്ല റസൂൽ പഠിപ്പിച്ചത്. എല്ലാവരും കൂടെ ചൊല്ലുക. അത് ശബ്ദത്തോടു കൂടി ചെല്ലാം, ശബ്ദമില്ലാതെ ചെല്ലാം. ഏതായിരുന്നാലും തക്ബീറുകളുടെ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുവിനെ ഓർക്കുക എന്ന ആ ദിക്റിന്റെ കാലമാണ് ഈ കാലം എന്ന് നമ്മൾ ഓർക്കണം. ഓരോ സമയത്തും ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിനെ ഓർക്കണം എന്നർത്ഥം. ചില സമയത്ത് പ്രത്യേകമായി ഓർക്കണം. ആരെങ്കിലും മരിച്ചു എന്ന് കേൾക്കാത്ത ഒരു ദിവസവുമില്ലല്ലോ. നമ്മളൊക്കെ കൂടുതൽ സാമൂഹ്യ ബന്ധങ്ങളുള്ളവരാണ്. കുടുംബ സൗഹൃദ, വിശാലമായ രാജ്യാന്തര സൗഹൃദ ബന്ധങ്ങളുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ആര് മരിച്ചു എന്ന് കേട്ടാലും അള്ളാഹുവിനെ ഓർക്കണം എന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, ഇനി മരണം മാത്രമല്ല, എന്തൊരു ദുരന്തമുണ്ടായാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അള്ളാഹുവിനെ ഓർത്തു, നമ്മൾ അള്ളാഹുവിനുള്ളവരാണ്, അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണ് എന്നൊരു ഓർമ്മ. അപ്പൊ ദിക്റുള്ള, അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മയില്ലാത്ത സമയം ഒരു സമയവുമില്ല. അലാ ഉനബ്ബിഉക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വിളിച്ചു പറയുകയാണ്, അലാ ജനങ്ങളെ അറിയുക, കേൾക്കുക, ഉനബ്ബിഉക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, ബിഖൈരി അഅ്മാലിക്കും, നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല പ്രവർത്തനം, വഅസ്കാഹ ഇൻദ മലീകിക്കും, നിങ്ങളുടെ മഹാരാജാവായ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വിശുദ്ധമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, വഅർഫഅഹ ഫീ ദറജാതിക്കും,
നിങ്ങളുടെ അള്ളാഹുവിങ്കൽ നിങ്ങളുടെ പദവി കൂടുതൽ ഉയർത്തി നിങ്ങളെ സംരക്ഷിക്കുന്ന ആദരിക്കുന്ന ഒരു വലിയ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. സ്വർണവും വെള്ളിയും നിങ്ങൾ ചെലവഴിക്കുന്നതിനേക്കാളും ഖൈറായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. ശത്രുക്കളുമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏറ്റുമുട്ടി നിങ്ങൾ അവരെ കൊല്ലുന്നു, അവർ നിങ്ങളെ കൊല്ലുന്നു. അങ്ങനെ ഭീകരമായ ഒരു യുദ്ധമുഖത്ത് ഇടപെടുന്നതിനേക്കാളും പുണ്യമായ ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ? സഹാബികൾ നബിയുടെ നേരെ കണ്ണു തുറപ്പിച്ച് നോക്കി വിളിച്ചു പറയുകയാണ്, വലിയ കാര്യം, ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഇതിനേക്കാളൊക്കെ ഈ കർമ്മങ്ങളെക്കാളെല്ലാം പുണ്യമുള്ളത് പറഞ്ഞു തരട്ടെയോ? ഖാലു യാ റസൂലുള്ളാഹ് ബലാ യാ റസൂലുള്ളാഹ്. ആളുകൾ പറഞ്ഞു, പറയൂ നബി, നിങ്ങൾ ഇത്ര വലിയ പുണ്യമുള്ള കാര്യം പറഞ്ഞു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും ഓർത്തുകൊണ്ടിരിക്കുക എന്നതാണ് പുണ്യം. അള്ളാഹുവിനെ ഓർക്കലാണ് ജീവിതത്തിലെ ഏറ്റവും പുണ്യം, ഏറ്റവും വലിയത്. അള്ളാഹു അപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കൃത്യമായി അറിയുന്നുണ്ട്. റസൂലുള്ളാഹി ഇത്ര കൂടി പറഞ്ഞു, മസലുൽ ലദീ യദ്കുറുല്ലാഹ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു. ജീവിതത്തിന്റെ ഓരോ സമയത്തും അള്ളാഹുവിനെ ഓർക്കുന്നവനും ഓർക്കാത്തവനും തമ്മിലുള്ള ഉപമ കമസലിൽ ഹയ്യി വൽ മയ്യിത്തി. ജീവനുള്ളവനും മരിച്ചുപോയവനും തമ്മിലുള്ള ഉപമയാണ്. അള്ളാഹുവിനെ ഓർക്കുന്നവൻ ജീവനുള്ളവനായിരിക്കും. അള്ളാഹുവിനെ ഓർക്കാതെ ജീവിക്കുന്നവൻ എത്ര പ്രൗഢമായ ജീവിതമാണെങ്കിലും അവൻ മരിച്ചവനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മുനാഫിക്കുകളെ പറ്റി അല്ലാഹു തആല കപട വിശ്വാസികളെ പറ്റി പറഞ്ഞപ്പോഴും അല്ലാഹ് പറഞ്ഞു, വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. അള്ളാഹുവിനെ അല്പമല്ലാതെ അവർ ഓർക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ എപ്പോഴും ഏത് നിമിഷത്തിലും നാം ഓർക്കണം എന്നതിനപ്പുറം അള്ളാഹുവിനെ കൂടുതൽ ഓർത്തുകൊണ്ട് ഒരു പ്രവാചകന്റെ അബുൽ അംബിയാന്റെ ജീവിതചര്യകളിലേക്ക് മടങ്ങേണ്ട നല്ല നാളുകളാണിത്. ഈ നാളുകൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഓർക്കേണ്ട നാളുകളാണ്. കൂടുതൽ സൽക്കർമ്മങ്ങൾ എന്തൊക്കെ? നോമ്പ്. പണ്ടുകാലത്തുള്ള ആളുകൾ 1 മുതൽ 10 വരെ 9 വരെ നോമ്പ് നോറ്റിരുന്നു. 1 മുതൽ നോമ്പ് സൽക്കർമ്മത്തിൽപ്പെട്ടതാണ്. ദാനധർമ്മങ്ങൾ, പ്രത്യേകിച്ചും പണിയും തൊലവുമില്ലാതെ കഷ്ടപ്പെടുന്ന മനുഷ്യന്മാരുണ്ട്. മഴ പെയ്തതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ദാനധർമ്മം ചെയ്യേണ്ട സമയമാണ്. എല്ലാവിധ സൽക്കർമ്മങ്ങളും, ദിക്റുകളും തസ്ബീഹുകളും പ്രാർത്ഥനകളും എല്ലാ സൽക്കർമ്മങ്ങളും വർദ്ധിപ്പിക്കേണ്ട സമയമാണിത്. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. വിശ്വസിച്ച് മനസമാധാനമടയാൻ നമുക്ക് കഴിയണമെങ്കിൽ അള്ളാഹുവിനോടുള്ള ബാധ്യത തീർത്തിട്ടുണ്ട് എന്ന് നാം സ്വയം ഉറപ്പുവരുത്തണം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ജീവിതത്തിന് മനസ്സിന് സമാധാനം കിട്ടൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് രാത്രിയിൽ ആകാശലോകത്ത് ചെന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടിയെന്നും എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞുവെന്നും മിഅ്റാജിന്റെ ബന്ധപ്പെട്ട ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, യാ മുഹമ്മദ് അഖ്ബിർഹും, മുഹമ്മദേ നീ ഇറങ്ങിച്ചെന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ
ജനങ്ങളോട്, വിശ്വാസികളായ ജനങ്ങളോട് പറയുക, അന്ന അഗ്റാസൽ ജന്നത്തി, സ്വർഗത്തിലെ ചെടികൾ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹുവിനെ പ്രകീർത്തിക്കുന്ന സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കുന്ന അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ മഹത്വം വാഴ്ത്തുന്ന അല്ലാഹു അക്ബർ, അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിന്റെ തൗഹീദ് അത് സ്ഥാപിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെയുള്ള സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ എന്ന ഈ 4 തസ്ബീഹുകൾ, പ്രാർത്ഥനകൾ, ദിക്റുകൾ സ്വർഗത്തിലെ ചെടികളാണ് എന്ന് നിന്റെ ഉമ്മത്തിനോട് നീ പറഞ്ഞു കൊടുക്കണം എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. സഹോദരങ്ങളെ, അതുകൊണ്ട് ആ നല്ല ദിക്റുകൾ വർദ്ധിപ്പിക്കുന്ന, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് പെരുന്നാള് ആഘോഷിക്കാൻ അർഹതയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല നാളുകളെ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ചിന്തയും ബോധവും ഓർമ്മയും നമുക്ക് നൽകുമാറാവട്ടെ. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ മാസാന്തം നമ്മൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന റിലീഫ്, പാവപ്പെട്ട ആളുകൾക്കുള്ള സഹായ ഫണ്ട് സ്വരൂപിക്കുന്ന ദിവസമാണ്. നിങ്ങളൊക്കെ സഹായിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുന്നു. പെരുന്നാൾ നമസ്കാരം നേരത്തെ തന്നെ പെരുന്നാൾ നമസ്കരിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിലും നമുക്കൊരു ഈദ്ഗാഹ് ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. ഇതിനു മുമ്പ് ഒരു വെള്ളിയാഴ്ച ഉണ്ട് താനും. ഏതായിരുന്നാലും ഈ ഒരു നല്ല നാളുകൾ എല്ലാ നിലക്കും ഓർത്തുകൊണ്ട് ജീവിക്കുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. രോഗികളും കഷ്ടപ്പെടുന്നവരുമായ പല ആളുകളും പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹു തആല ശാന്തിയും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ കുടുംബങ്ങൾ, സുഹൃത്തുക്കൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر للمؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين.